ഈ ഒരു വാർത്ത കണ്ടങ്ങള് 3000 രൂപക്ക് മിനി AC വാങ്ങി പെട്ടുപോയി. കാറ്റുമില്ല, ഒരു കുന്തവുമില്ല. നടി നിലീൻ സാന്ദ്ര. ഈ ഒരു സാന്ദ്ര എന്ന് പറഞ്ഞ നടി മാത്രമല്ല ഇതിൽ പെട്ടുപോയത്, ആയിരക്കണക്കിന് ആൾക്കാർ ഇതിൽ പെട്ടുപോയിട്ടുണ്ട്. സമാന്തരമായ ഈ ഒരു കേസിൽ ഒരുപാട് ആൾക്കാർ പെട്ടുപോയിട്ടുണ്ട്. അല്ലെങ്കിലും 3000 രൂപക്കൊക്കെ ഒരു മിനി AC എന്ന് പറഞ്ഞാൽ ആൾക്കാരായിട്ട് ചാടി വീഴാണ്. പിന്നെ നമ്മളെ പോലത്തെ ആൾക്കാരാണ്, കാരണം നമുക്ക് വാങ്ങാനുള്ള പൈസ പോലും ഇല്ല, അതുകൊണ്ട് നമ്മളതിൽ വീഴും ചെയ്യില്ല. അതൊരു സത്യമാണ് അല്ലേ? ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. നമ്മൾ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ 3000 രൂപക്കൊക്കെ ഒരു മിനി AC എന്നൊക്കെ പറഞ്ഞാൽ അത് റെഡിക്കൊന്ന് ചിന്തിച്ചു നോക്കി, അതെങ്ങനെ വർക്കാവും? ഒരു AC പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ ബേക്കിൽ ഒരുപാട് സംഗതികളുണ്ട്. 3000 രൂപക്കൊക്കെ AC എന്ന് പറഞ്ഞാൽ ലെവലേശം ഇതുള്ളവർ ആരും അത് ബുക്ക് ചെയ്യില്ല. സത്യത്തിൽ ഇതേമാതിരി പെട്ടവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ഈ കാണുന്നതിൽ ആരെങ്കിലും പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഏതായാലും ഇനി ഒരുപാട് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് വരും. അപ്പോൾ ആരും പെടണ്ട, ഇതെങ്കിലും കണ്ടിട്ട് മനസ്സിലാക്കി വെച്ചോളി. 3000 രൂപൻ്റെ മിനി AC എന്ന് പറഞ്ഞ് പരസ്യം നിങ്ങളെ മുന്നിലേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാടി വീഴാൻ നിൽക്കണ്ട. പൈസ ഉള്ളവരെ ചാടി വീകുള്ളൂ. പൈസ ഇല്ലാത്ത നമ്മളെ പോലത്തെ ആൾക്കാരൊക്കെ ചാടി വീകൂല, കാരണം ആ ബുക്ക് ചെയ്യാനുള്ള പൈസ ഇല്ലല്ലോ. അപ്പോൾ പൈസ ഉള്ളവരാണ് ഇതിൽ ചാടി വീകുന്നത്. പിന്നെ മേലെ ഒക്കെ കാര്യം ഉണ്ടാവില്ല. 3000 രൂപയ്ക്കൊക്കെ AC എന്ന് പറഞ്ഞാൽ ലെവലേഴ്സ് ഉള്ളവർ ആരെയും അതിൻ്റെ മുമ്പിൽ പോകില്ല. അപ്പോൾ അതേമാതിരി പരസ്യങ്ങൾ മുന്നിലേക്ക് വരും, ആരും പെടണ്ട, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഒരു നല്ലൊരു ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ഏതായാലും ഇതേമാതിരി പെട്ടവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മൾ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.